വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്തവനുമായ ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ ദൂത് നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ ജീവിതത്തിന് വിടുതലായി തീരത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് തൊടുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 2 ദിനവൃത്താന്തം 20 അധ്യായം 12 വാക്യം. ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർത്ത് നിൽക്കുക ഞങ്ങൾക്ക് ശക്തിയില്ല, എന്തു ചെയ്യേണ്ടു എന്ന് അറിയുന്നതുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവെടുത്ത ഇന്ന് പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് തൊടുന്ന ഒരു ദൂത് ഇപ്രകാരമാകുന്നു: എന്തു ചെയ്യേണ്ടു എന്ന് അറിയുന്നതുമില്ല. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ചില സന്ദർഭങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ, ചില അവസ്ഥകളിൽ നമ്മുടെ ജീവിതം, നമ്മുടെ നിരൂപണങ്ങൾ, നമ്മുടെ ചിന്താഗതികൾ ഇപ്രകാരം ചലിക്കാറുണ്ട്. ആ ഒരു ആകുലത ഹൃദയത്തിൽ ഭരിക്കുന്ന ഒരു സമയം. എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ലാത്തപ്പോഴും ദൈവത്തെ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ കാര്യം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതാ ആ വാക്യം തെളിയിക്കുന്നത്. നിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ കണ്ണുകൾ നിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഏറ്റവും വലിയ കാര്യം, ഏറ്റവും പ്രയോജനമുള്ള കാര്യം ഇന്ന് പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളോട് ആഴമായി ദൂത് വെളിപ്പെടുത്തുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഈ സ്ഥിതിയിൽ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, അത് ഏറ്റവും ശ്രേഷ്ഠമാണെന്നും അത് ഏറ്റവും പ്രയോജനമുള്ളതാണെന്നും അത് ഏറ്റവും മഹത്വമുള്ള കാര്യമാണെന്ന് തെളിയിക്കുന്ന ഒരു സമയത്തിലേക്ക് സാഹചര്യം തിരിയാൻ പോവുക. ഇന്ന് ഹൃദയാവസ്ഥ എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്തതുകൊണ്ട് ഭാരപ്പെടുക. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തെ ആശ്രയിക്കുന്നുണ്ട്, ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. എങ്കിലും ഹൃദയം ആകുലതകൾ കൊണ്ട് നിറയുക. പരിശുദ്ധാത്മാവ് ഇന്ന് ഹൃദയത്തെ തൊട്ട് ദൂത് വെളിപ്പെടുത്തുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഈ സാഹചര്യത്തിൽ ഏറ്റവും ലളിതമായതും ഏറ്റവും നിസ്സാരമായ വലിയ കാര്യം ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിലേക്ക് തിരിയുക, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുക. ദൈവത്തിൻ്റെ പൈതലേ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തപ്പോഴും പ്രാർത്ഥനയും നിലവിളിയും അത് അധികമായ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു വിടുതലുണ്ട്, അവിടെ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ബർത്തിമായുടെ ജീവിതത്തെ തൻ്റെ വിഷയത്തിൽ തനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നേ ഉള്ളൂ: നിലവിളിക്കുക എന്നതാ. അതിനെ തടയുവാൻ വ്യക്തികൾ എഴുന്നേറ്റത്. ശബ്ദം പുറപ്പെടുവിച്ചപ്പോൾ, നിലവിളിച്ചപ്പോൾ ശാസിക്കുക. ദൈവത്തിൻ്റെ പൈതലേ, ഇതുപോലെയാ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത സാഹചര്യം വെളിപ്പെടുമ്പോൾ നിലവിളിച്ചോ. ആ പ്രാർത്ഥനയെ ബന്ധിക്കുന്നുണ്ടെങ്കിൽ, ആ യാചനയെ ബന്ധിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, അതിന് വിടുതലുള്ളത് കൊണ്ടാ, ഒരു മറുപടി ഉള്ളത് കൊണ്ടാ. അധികം നിലവിളിക്കേണ്ട സമയമാ, അധികം പ്രാർത്ഥിക്കേണ്ട സമയമാ. കാരണം എന്നോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുവാൻ നാഴിക വന്നിരിക്കുന്നു, സമയം വന്നിരിക്കുന്നു. ഹൃദയത്തിലെ ഭാരം, പ്രാർത്ഥനയുടെ ശബ്ദത്തെ ബന്ധിക്കരുത്. ഹൃദയത്തിലെ കടുത്ത നിരാശ പ്രാർത്ഥനയുടെ തലങ്ങളെ മുടക്കം വരുത്തരുത്. ഹൃദയത്തിലെ സങ്കടം പ്രാർത്ഥനയെ നിർത്തരുത്. അധികമാകുന്ന ഈ സാഹചര്യത്തിൽ അധികമായി നിലവിളിക്കേണ്ട ഒരു അനുഭവം ജീവിതത്തിൽ കടന്നുവെന്ന ബോധ്യത്തോടെ നിലവിളിച്ച മറുപടി നിശ്ചയമാണ്. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പ്രത്യേകത ഏത് സാഹചര്യത്തിലും ചെയ്യേണ്ടതറിയാം.
ഏത് സന്ദർഭത്തിലും ഏത് പ്രതികൂലത്തിലും ചെയ്യേണ്ടത് അറിയാം. അതാ കർത്താവിനെ ആശ്രയിക്കുന്നവരുടെ ഏറ്റവും വലിയ സവിശേഷത. എത്ര പ്രതിബന്ധം തല ഉയർത്തി നിൽക്കുമ്പോഴും ചെയ്യേണ്ടത് അറിയാം. കാരണം അത് കർത്താവിൻ്റെ വചനം പറയുന്നു, കർത്താവിലേക്ക് തിരിയുന്നു, ദൈവത്തിലേക്ക് തിരിയുന്നു. ഈ ദർശനം, ഈ വെളിപ്പാട് ഹൃദയതലങ്ങളിൽ ആഴമായി പരിശുദ്ധാത്മാവ് പകർന്നു തരുന്നു. ഏതവസ്ഥയിലും ചെയ്യേണ്ട കാര്യം അറിയാം. എൻ്റെ ദൈവത്തെ ഞാൻ ആശ്രയിക്കും, എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിക്കും, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കും. അതാ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനമുള്ളതും ഏറ്റവും ഫലവത്തായതെന്ന ആ ഒരു ബോധ്യം പരിശുദ്ധാത്മാവ് ഹൃദയതലങ്ങളിൽ പകരുക. നിലവിളിയുടെ മഹത്വം ദൈവത്തിൻ്റെ വൈതലെ കാണാൻ പോവുക. പ്രാർത്ഥനയുടെ മഹത്വം ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളുടെ നടുവിൽ വെളിപ്പെട്ടു വരാൻ പോവുക. ഇന്ന് ദൂത് വിശ്വസിക്കട്ടെ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. കാരണം ഞാൻ എൻ്റെ കർത്താവിലേക്ക് തിരിയും. ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിക്കും. മറുപടിയുണ്ട്, ഉത്തരമുണ്ട്. കർത്താവ് സഹായിക്കാൻ പോകുന്നു. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച ഞങ്ങളുടെ ശബ്ദത്തിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. അവിടെ അവസ്ഥയെ സാഹചര്യങ്ങളുടെ മേൽ കർത്താവെ ആകൃതിയോടെ ഹൃദയതലമായിരിക്കുന്ന ജീവിതങ്ങൾ ഇന്ന് ദൂത് ഏറ്റെടുക്കട്ടെ. ആഴമായി വിശ്വാസത്തിൻ്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയ വചനത്തിൻ്റെ മർമ്മം ഏറ്റെടുത്ത് വിടുതൽ പ്രാപിക്കുന്ന ദിവസമായി തീരുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.